മലയാളിക്ക് ഏറെ പ്രിയപ്പെട്ട ജോഡിയാണ് മോഹൻലാൽ ശോഭന കോംബോ. നിരവധി ഹിറ്റ് സിനിമകൾ ഒന്നിച്ച് ഇവർ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം ഒന്നിപ്പിച്ചെത്തുന്ന സിനിമയാണ് തുടരും. ഈ സിനിമയ്ക്ക് മുമ്പേ മോഹൻലാലിന്റെ ഹിറ്റ് ചിത്രമായ ദൃശ്യം എന്ന സിനിമയിൽ അഭിനയിക്കാനുള്ള അവസരം തനിക്ക് വന്നിരുന്നു എന്ന് പറയുകയാണ് ശോഭന. ലാൽ സാറിന്റെ ഫേമസ് ചിത്രമായ ദൃശ്യത്തിൽ അഭിനയിക്കാനുള്ള അവസരം എനിക്ക് വന്നിരുന്നു. ചിത്രത്തിന്റെ സ്ക്രിപ്റ്റ് വരെ വായിച്ചാണ്, പക്ഷേ എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല. കാരണം ഞാൻ അന്ന് വിനീത് ശ്രീനിവാസനൊപ്പമുള്ള തിര എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തിരക്കിലായിരുന്നു എന്ന് ശോഭന പറയുന്നു. ഇപ്പോൾ ചിത്രീകരണം തുടരുന്ന തരുൺമൂർത്തി ചിത്രത്തിന്റെ അനുഭവം ശോഭന പങ്കുവെക്കുകയാണ്. എത്ര മലയാള സിനിമ ഞാൻ അഭിനയിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ ആയിരിക്കും ഇതും. വലിയ കൊമേഴ്ഷ്യൽ സെറ്റ് ഒന്നുമില്ല. ഒരു സാധാരണ തിരക്കഥയിൽ മോഹൻലാൽ ടാക്സി ഡ്രൈവർ ആകുന്ന ചിത്രം. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. വളരെ കംഫർട്ടബിളായ ഫീലായി ആണ് തുടരും എന്ന ചിത്രത്തിന്റെ സെറ്റിൽ ശോഭന കൂട്ടിച്ചേർത്തു. ദൃശ്യം തന്നെയാണ് തനിക്ക് വന്നതാണ്. സ്ക്രിപ്റ്റ് വരെ വായിച്ചാണ്. വിനീത് ശ്രീനിവാസന്റെ തിരക്കുകൾ കാരണം ഞാൻ അത് സാധിക്കാതെ പോയി. മോഹൻലാലും ശോഭനയും 20 വർഷങ്ങൾക്ക് ശേഷമാണ് ചിത്രത്തിൽ അഭിനയിക്കുന്നത്. 2004-ൽ ജോഷി സംവിധാനം ചെയ്ത മാമ്പഴക്കാലത്തിലാണ് ഇരുവരും അവസാനമായി ജോഡികളായെത്തിയത്. 2009-ൽ റിലീസ് ചെയ്ത സാഗർ ഏലിയാസ് ജാക്കി എന്ന ചിത്രത്തിൽ ഇരുവരും ഒരുമിച്ച് അഭിനയിച്ചിരുന്നു. ഒരു ഫാമിലി ഡ്രാമ സ്വഭാവത്തിൽ ഒരുങ്ങുന്ന തുടരും എന്ന ചിത്രത്തിലെ ശോഭനയുടെ കഥാപാത്രത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളിക്ക് എന്നീ 2 ചിത്രങ്ങളുടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ സിനിമയ്ക്ക് ശേഷം തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത്. രജപുത്ര വിഷ്വൽ മീഡിയയുടെ ബാനറിൽ എം രഞ്ജിത്താണ് ചിത്രം നിർമ്മിക്കുന്നത്. ചിത്രത്തിന് തിരക്കഥ ഒരുക്കുന്നത് തരുൺമൂർത്തിയും കെ.ആർ. സുനിലും ചേർന്നാണ്. ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് ഷാജി കുമാറാണ്. സൗണ്ട് ഡിസൈനർ വിഷ്ണു ഗോവിന്ദ്.